മർദ്ദിച്ചെന്നും മോശമായി പെരുമാറിയെന്നും ചൂണ്ടിക്കാട്ടി ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനെതിരെ പരാതി പ്രവാഹം. മധുബാബു സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിച്ചെന്ന് മുൻ സൈനികൻ ആരോപിച്ചു. കുടുംബത്തിന് മുന്നിൽ വെച്ച് നടത്തിയ മർദ്ദനത്തിൽ മുൻ സൈനികനായ സുബൈറിന് സാരമായി പരിക്കേറ്റു. 2006 ജനുവരി 1 തീയതി രാവിലെ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ 10 മണിക്ക് എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ വൈഫും 7 മാസം പ്രായമുണ്ട് മോനും കൂടി ഞങ്ങൾ ചേർത്തല സ്റ്റേഷനിലോട്ട് ചെന്നു. എന്നെ കണ്ട ഉടനെ പുള്ളി കസേരയിൽ ഇരിക്കുമായിരുന്നു. ഈ മധുബാബു കസേരയിൽ നിന്ന് ചാടി എഴുന്നിട്ട് അപ്പം തന്നെ എൻ്റെ 2 കോളറിലും കുത്തിപ്പിടിച്ച്, എന്താണ് പൈസ കൊടുക്കാത്തതെന്നും പിടിച്ചിട്ട് എന്നെ ഏകദേശം ഒരു 2 കോളറിലും കൂടി പിരിച്ച് വലിച്ചൊരു 50 മീറ്ററോളം പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന ഡ്യൂട്ടിയിൽ നിന്ന പോലീസുകാരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ബലമായിട്ട് കുനിച്ചു നിർത്തി എൻ്റെ മുട്ടുകൈക്ക് ഇടിക്കുകയും ഒക്കെയാണ് ചെയ്തത്. മധുബാബുവിൽ നിന്നുള്ള ദുരനുഭവം തുറന്നു പറയുകയാണ് സിനിമാ നിർമ്മാതാവ് ഷീല കുര്യന്റെ പ്രതികരണത്തിലേക്ക്. ഞാൻ എന്തോ തെറ്റ് ചെയ്ത രീതിയിൽ എവിടെ തെളിവ്? വാട്സപ്പ് കോളിൽ വിളിച്ചതിന് എനിക്ക് തെളിവ് കൊടുക്കാനില്ല. പിന്നെ ഒരു സ്ത്രീയും തന്നെ പിഴച്ചവളെന്ന് ഒരാൾ വിളിച്ചു എന്ന് വെറുതെ പോലും തമാശയ്ക്ക് പോലും പറയില്ല എന്നൊരു ബോധം ഇയാൾക്ക് ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ ഇയാൾ വളരെ അപമര്യാദയായിട്ടാണ് എന്നോടന്ന് സംസാരിച്ചതും പെരുമാറിയതും. എന്നിട്ട് അവർ ഈ പ്രതിയായി ആരോപിക്കപ്പെട്ടെന്ന് ആ നൗഷാദിൻ്റെയൊക്കെ മുന്നിൽ വെച്ച് അവർക്ക് അനുകൂലമായി അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർക്ക് അനുകൂലമായി എൻ്റെ മുന്നിൽ വെച്ച് റിപ്പോർട്ട് എഴുതുകയാണ്. അതായത് ഞാൻ അവർക്കൊപ്പമാണ്, ഞാൻ നിങ്ങൾക്കൊപ്പമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണമായിരുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ FB പോസ്റ്റിൽ എഴുതിയതുപോലെ ഒരു റിയൽ വേർഷനാണ് തുടരും സിനിമയിലെ ജോർജ് സാറിന്. ചില സിനിമകളിൽ കാണുന്ന വില്ലന്റെ അതേ മുഖമാണ് എനിക്കന്ന് തോന്നിയത്. മധുബാബുവിനെതിരെ കൊല്ലം പത്തനാപുരം CPIM ലോക്കൽ സെക്രട്ടറി അംജിദ് ഖാൻ, SFI മുൻ നേതാവ് ജയകൃഷ്ണൻ എന്നിവർ ഫേസ്ബുക്കിലൂടെയും രൂക്ഷ വിമർശനം നടത്തി. എന്നാൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ പുച്ഛിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട മധുബാബു പരാതി പ്രളയത്തിലും ആത്മവിശ്വാസത്തിലാണ്. അമൽ സുരേന്ദ്രനുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അമൽ, ചേർത്തല, തൊടുപുഴ, കോന്നി അങ്ങനെ മധുബാബു ഇരുന്ന സ്റ്റേഷനുകളിൽ നിന്നെല്ലാം, ഇപ്പോൾ DYSP ആയിരിക്കുന്ന മധുബാബു CA ആയിരുന്നു, SI ആയിരുന്ന സ്റ്റേഷനുകളിൽ നിന്നെല്ലാം ഈ ഇടിമുറി കഥകളാണ് പുറത്തേക്ക് വരുന്നത്. മർദ്ദനത്തിൻ്റെയും അപമാനത്തിൻ്റെയും കഥകളാണ്, സംഭവങ്ങളാണ് വിവരിക്കപ്പെടുന്നത്. അപ്പോഴും കടുത്ത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ഫേസ്ബുക്കിൽ, പരിഹാസം ഉൾപ്പെടെ ഈ മധുബാബു. ഗോകുൽ, അങ്ങനെ തന്നെയാണ് നമുക്ക് അതിശയം തോന്നുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ 1-2 ദിവസങ്ങളായിട്ട് മധുബാബുവിനെതിരായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള പോലീസ് ആക്രമണത്തിന്റെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം വരുമ്പോഴും അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മധുബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാകുന്നത്. അതിൽ തന്റെ സേനയിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥരെ അടക്കം പരിഹസിക്കുന്ന രീതിയിൽ ഏമാന് റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ പിന്നീട് ഏതെങ്കിലും ഒരു ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്നതാവും ഉചിതം എന്നടക്കമുള്ള പരിഹാസങ്ങളാണ് മധുബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഏതായാലും തുടർച്ചയായിട്ട്, അതായത് CPIMന്റെയും കോൺഗ്രസിന്റെയും അടക്കം നേതാക്കൾക്ക് പോലും ഇത്തരത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള സമൂഹത്തിൽ, പരിഷ്കൃതമായ ഒരു സമൂഹത്തിന് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായത്. ജുവലറി ഉടമയ്ക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ അനുഭവം നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ സിനിമാ നിർമ്മാതാവായിട്ടുള്ള ഷീല കുര്യൻ പറയുന്നത് കേൾക്കാം. സിനിമകളിലൊക്കെ വരുന്ന വില്ലനെ പോലെയാണ് പലപ്പോഴും ഇദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്നെല്ലാം ഷീല കുര്യനെ കൊണ്ട് പറയാൻ പ്രേരിപ്പിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജനകീയ പോലീസ് സ്റ്റേഷനുകൾ ഉള്ള ഒരു കാലത്താണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നതെന്നാണ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെയാണ് പത്തനാപുരത്തെ അംജദ് ഖാന്റെ, അതായത് പത്തനാപുരം CPIMന്റെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള അംജദ് ഖാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, ജയകൃഷ്ണൻ SFI നേതാവായിട്ടുള്ള ജയകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനം, ഇരു കൈകളും മുടയും മുഷ്ടി ചുരുട്ടി 2 ചെവിക്കും ഇടിക്കുന്ന രീതിയായിരുന്നു മധുബാബുവിനുണ്ടായിരുന്നത് എന്ന് ഈ ഒരു മർദ്ദനത്തിന് ഇരകളാക്കപ്പെട്ടവർ പറയുമ്പോൾ അപ്പോഴും അവർക്ക് ആ നടുക്കം മാറിയിട്ടില്ല എന്നുള്ളതാണ് അങ്ങേയറ്റം നമുക്ക് വേദന നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇദ്ദേഹം ഇരുന്ന കാലത്ത്, അതായത് സർവീസിലിരുന്ന് SI ആയപ്പോൾ മുതൽ ഇപ്പോൾ ആലപ്പുഴ DYSP ആയ ഇദ്ദേഹത്തിന്റെ സർവീസ് ഹിസ്റ്ററിയിൽ തന്നെ അത് സ്റ്റേഷനിലെത്തുന്ന പരാതിയായിട്ടും അല്ലാതെയും സ്റ്റേഷനിലെത്തുന്ന തനിക്ക് മുന്നിലെത്തുന്ന ആളുകളെയെല്ലാം ക്രൂരമായി മർദ്ദിച്ച് അവരുടെ ചോരയിൽ നിന്നുകൊണ്ടുള്ള ഒരു ഹിസ്റ്ററിയാണ് ഇയാൾ പടുത്തുയർത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് അസോസിയേഷനുകളിലും മറ്റുമുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം തനിക്കെതിരെ ഉയർന്ന പരാതികളെ കേസായിട്ടുണ്ട്, അതിനെല്ലാം തീർച്ചയായും ഏതായാലും സർവീസ് റെക്കോർഡിലാകെ ഈ സർവീസ് കാലയളവ് പരിശോധിച്ചാൽ എല്ലായിടത്തു നിന്നും മുമ്പ് പോയിരുന്ന എല്ലാ സ്റ്റേഷനുകളിൽ നിന്നും ആ പരിധിയിൽ നിന്നെല്ലാം ഇപ്പോൾ
പരാതികൾ ഉയരുന്നുണ്ട്. അപ്പോഴും അദ്ദേഹം ആത്മവിശ്വാസം പുലർത്തുന്നു. ഒരുപക്ഷേ മുമ്പ് SP വരെ റിപ്പോർട്ട് നൽകിയിട്ടും ക്രമസമാധാന പാലനത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും നടപടിയൊന്നും ഉണ്ടാകാത്തൊരു ചരിത്രമുണ്ട്. അത് തന്നെയാവാം ഒരുപക്ഷേ മധുബാബുവിന് ആത്മവിശ്വാസം നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.